ഡേ ടു ഡേ ഇംഗ്ലീഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് കുഡ് ഉപയോഗിച്ചുള്ളതായ കുറച്ച് സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്താലോ? വീഡിയോ ഇഷ്ടമായ ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞു അല്ലെങ്കിൽ സാധിച്ചു എന്നർത്ഥത്തിൽ കഴിഞ്ഞ കാലത്തെ കഴിവിനെയാണ് ഈ പ്രയോഗം വെളിവാക്കുന്നത്. അഥവാ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞത് അല്ലെ മുൻകാലങ്ങളിൽ സാധ്യമായ കഴിവിനെ വിവരിക്കുവാൻ വേണ്ടി നാം കുഡ് എന്ന പദം ഉപയോഗിച്ച് പറയുന്നു. കൂടുതൽ സെൻറ്റൻസുകളോടെ നമുക്കത് മനസ്സിലാക്കാം. യുവാവായിരിക്കുമ്പോൾ അവന് റൈംസ് എഴുതുവാൻ കഴിഞ്ഞു. യുവാവായിരിക്കുമ്പോൾ അവന് റൈംസ് എഴുതുവാൻ കഴിഞ്ഞു. ഇവിടെ യുവാവായിരിക്കുമ്പോൾ അവന് ചെയ്യുവാൻ കഴിഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. യുവാവായിരിക്കുമ്പോൾ അവന് റൈംസ് എഴുതുവാൻ കഴിഞ്ഞു. ഹീ കുഡ് റൈറ്റ് റൈംസ് വെൻ ഹി വാസ് യങ്. ഹീ കുഡ് റൈറ്റ് റൈംസ് വെൻ ഹി വാസ് യങ്. അവന് ജോലി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അവന് ജോലി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ കഴിഞ്ഞില്ല അല്ലെങ്കിൽ സാധിച്ചില്ല എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമുക്ക് couldn't ഉപയോഗിക്കാം, അല്ലെങ്കിൽ could not എന്ന് ഉപയോഗിക്കാം. He couldn't complete the work. He couldn't complete the work. അവന് ജോലി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞോ? Could they meet him? Could they meet him? അവർക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞോ? Could they meet him? Could they meet him? നിനക്കത് എപ്പോൾ ചെയ്യാൻ കഴിഞ്ഞു? When could you do it? When could you do it? നിനക്കത് എപ്പോൾ ചെയ്യാൻ കഴിഞ്ഞു? When could you do it? അവർക്കതെങ്ങനെ നിർമ്മിക്കാൻ സാധിച്ചു? How could they make it? How could they make it? അവർക്കത് എങ്ങനെ നിർമ്മിക്കാൻ സാധിച്ചു? How could they make it? കുട്ടി ആയിരിക്കുമ്പോൾ അവൾക്ക് വേഗത്തിൽ ഓടാൻ കഴിയുമായിരുന്നു. അതെങ്ങനെ പറയാം? She could run fast when she was a child. She could run fast when she was a child. കുട്ടിയായിരിക്കുമ്പോൾ അവൾക്ക് വേഗത്തിൽ ഓടാൻ കഴിയുമായിരുന്നു. മനസ്സിലാകുന്നു എന്ന് വിചാരിക്കുന്നു. ഇനിയും നമുക്ക് കുട്ടിൻ്റെ വേറൊരു പ്രയോഗം നോക്കാം. നമുക്ക് കൂടുതൽ മര്യാദയോടുകൂടെ അല്ലെ താഴ്മയോടുകൂടെ എന്തെങ്കിലും അപേക്ഷിക്കാൻ വേണ്ടി കുഡ് യു പ്ലീസ് അല്ലെങ്കിൽ കുഡ് യു ഉപയോഗിച്ച് ഒരു പൊലൈറ്റ് റിക്വസ്റ്റ് നമുക്ക് നടത്താൻ കഴിയും. ഇവിടെ കുഡിന് കഴിഞ്ഞു അല്ലെങ്കിൽ സാധിച്ചു എന്നർത്ഥം വരുന്നില്ല. ഇതിപ്പോൾ നേരിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. കൂടുതൽ എക്സാമ്പിൾസിലൂടെ നമുക്കത് മനസ്സിലാക്കാം. കുഡ് യു പ്ലീസ് ടെൽ മീ ദ വേ? ദയവായി വഴി പറഞ്ഞു തരാമോ? കുഡ് യു പ്ലീസ് ടെൽ മീ ദ വേ? ദയവായി വഴി പറഞ്ഞു തരാമോ? കുഡ് യു പ്ലീസ് ടെൽ മീ ദ വേ? കുഡ് യു ലെറ്റ് മീ യുവർ പെൻ? നിങ്ങളുടെ പേനയൊന്ന് കടം തരാമോ? കുഡ് യു ലെറ്റ് മീ യുവർ പെൻ? നിങ്ങളുടെ പേനയൊന്ന് കടം തരാമോ? എന്നെ ഒന്ന് സഹായിക്കാമോ? കുഡ് യു ഹെൽപ്പ് മീ? കുഡ് യു ഹെൽപ്പ് മീ? എന്നെ ഒന്ന് സഹായിക്കാമോ? കുഡ് യു ഹെൽപ്പ് മീ? ഈ ബാഗ് ഒന്ന് എടുക്കാമോ അല്ലെങ്കിൽ കൊണ്ടുപോകാമോ? കുഡ് യു ക്യാരി ദിസ് ബാഗ് പ്ലീസ്? കുഡ് യു ക്യാരി ദിസ് ബാഗ് പ്ലീസ്? എങ്ങനെയുണ്ട്? മനസ്സിലായോ? അതുപോലെ തന്നെ ഇന്ന കാര്യം കഴിയുമായിരുന്നു അല്ലെ സാധിക്കുമായിരുന്നു, പക്ഷെ ചെയ്തില്ല. ഈ ഒരു അർത്ഥത്തിൽ നമുക്ക് കുഡ് ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് കുഡ് ഹാവ് വേണം പറയാൻ. അതിനുശേഷം വേർബിൻ്റെ V3 ഫോം വേണം ഉപയോഗിക്കാൻ. ഫോർ എക്സാമ്പിൾ, അവർക്ക് സത്യം പറയാൻ കഴിയുമായിരുന്നു അല്ലെ സാധിക്കുമായിരുന്നു. ഈ ഒരു സെൻറ്റൻസിൽ എന്നിട്ടും അവർ പറഞ്ഞില്ല എന്നൊരു ധ്വനി വരുന്നില്ലേ? ഇങ്ങനെയൊക്കെയുള്ള സെൻറ്റൻസുകൾ ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ കുഡ് ഹാവ് അതിനുശേഷം വേർബിൻ്റെ V3 ഫോം ഉപയോഗിച്ച് വേണം പറയാനായിട്ട്. അവർക്ക് സത്യം പറയാൻ കഴിയുമായിരുന്നു. അതെങ്ങനെയാണെന്ന് നോക്കാം. They could have told the truth. They could have told the truth. അവർക്ക് സത്യം പറയാൻ കഴിയുമായിരുന്നു. വേറെ നോക്കാം. അവന് നന്നായി പഠിക്കാൻ കഴിയുമായിരുന്നു, എന്നിട്ടും അവൻ പഠിച്ചില്ല. He could have studied well, but he didn't. He could have studied well, but he didn't. അവന് നന്നായി പഠിക്കാൻ കഴിയുമായിരുന്നു, എന്നിട്ടും അവൻ പഠിച്ചില്ല. He could have studied well, but he didn't. നമുക്ക് ഒരു സെന്റൻസും കൂടെ നോക്കാം. നിങ്ങൾക്ക് എന്നെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയുമായിരുന്നു. അതെങ്ങനെ പറയാം? You could have contacted me on the phone. You could have contacted me on the phone. നിങ്ങൾക്ക് എന്നെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയുമായിരുന്നു. ഇന്ന് നാം കുഡിൻ്റെ 3 പ്രയോഗങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ? ആദ്യം നാം മനസ്സിലാക്കിയത്
കഴിഞ്ഞു അല്ലെങ്കിൽ സാധിച്ചു എന്നർത്ഥത്തിൽ കഴിഞ്ഞ കാലത്ത് സാധിച്ച ഒരു കാര്യത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടി നാം കുഡ് ഉപയോഗിക്കുന്നു. ഇവിടെ നാം കുഡ് അതിനുശേഷം വേർബിന്റെ ഫസ്റ്റ് ഫോമാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് കുഡ് യു പ്ലീസ് അല്ലെങ്കിൽ കുഡ് യു ഇവ ഉപയോഗിച്ച് പൊലൈറ്റ് റിക്വസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നാം കുഡ് ഉപയോഗിക്കുന്നു. മൂന്നാമതായി മനസ്സിലാക്കിയത് ഇന്ന കാര്യം കഴിയുമായിരുന്നു അല്ലെങ്കിൽ സാധിക്കുമായിരുന്നു പക്ഷെ ചെയ്തില്ല എന്നൊരർത്ഥം വരുവാൻ വേണ്ടി കുഡ് ഹാവ് ഉപയോഗിച്ച് പറയുന്നു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് കുഡ് ഹാവ് അതിനുശേഷം വേർബിന്റെ തേർഡ് ഫോം V3 ആണ് ഉപയോഗിക്കേണ്ടത്. കുഡിന്റെ പ്രയോഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ സെന്റൻസുകൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ.